ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെ ടെമ്പററി ആയിട്ട് നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്താണ് ടെമ്പററി ആയിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കുന്നത്. അതായത് ഒരു ബ്രേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾക്ക് നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് ടെമ്പററി ആയിട്ട് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് റീലോഗിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്കത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണ് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ ഫോൺ നമ്പറും കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സോ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തില്ലെങ്കിൽ ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണത്. നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത ശേഷം വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ ഇമെയിലിലേക്ക് കോഡ് വരുന്നില്ല. അതൊരു 6 ഡിജിറ്റ് കോഡ് വരും. ആ ഒരു കോഡ് ലഭിക്കുന്നില്ല എന്നുള്ളത്. സോ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ കോഡ് ലഭിക്കാത്തത്. സോ ആദ്യം നമ്മൾ ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനായി ജസ്റ്റ് എങ്ങനെ നമുക്ക് ആ ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ നോക്കാം. ഇതിനായി ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ താഴെ കാണുന്ന പ്രൊഫൈൽ പിക്ചർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ പ്രൊഫൈൽ ഓപ്പൺ ആയി വരും. ഈ ഒരു പ്രൊഫൈൽ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സോ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നെയിം, യൂസർ നെയിം, അതുപോലെ തന്നെ ബയോ ഒക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുക. അതിന് ഏറ്റവും താഴെയായിട്ട് നമുക്ക് പേഴ്സണൽ ഇൻഫർമേഷൻ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. സോ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ പ്രൊഫൈൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കോൺടാക്റ്റ് ഇൻഫോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കോൺടാക്റ്റ് ഇൻഫോയിൽ ജസ്റ്റ് നിങ്ങൾ ഫോൺ നമ്പർ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ജസ്റ്റ് കോൺടാക്ട് ഇൻഫോയിൽ നിങ്ങൾ ഫോൺ നമ്പർ ആഡ് ചെയ്താൽ മതി. സോ ആഡ് ചെയ്ത ശേഷം നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ നോക്കാം. ഇതിനെ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന പ്രൊഫൈൽ പിക്ചർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ പഴയ പോലെ കോംപ്ലിക്കേറ്റഡ് അല്ല. സോ ജസ്റ്റ് ആ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ പ്രൊഫൈലിൽ പോകും. പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് 3 ലൈൻസ് കാണാൻ സാധിക്കും. ആ 3 ലൈൻസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ടത് ആദ്യത്തെ ഓപ്ഷനായ അക്കൗണ്ട് സെൻറ്റർ എന്നുള്ള ഓപ്ഷനാണ്. സോ അക്കൗണ്ട് സെൻറ്ററിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഷെയർ അക്രോസ് പ്രൊഫൈൽസ് ഉണ്ടാകും. അതുപോലെ തന്നെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിന് തൊട്ട് താഴെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഇൻഫോ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നുണ്ടാകും. ഇതിൽ അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന ജസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീആക്ടിവേഷൻ ഓർ ഡിലീഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ കണ്ട് വേഗം നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പോകരുത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയ സെറ്റിങ്സ് ഉണ്ട്. അതായത് അതും കൂടെ ചെയ്താൽ മാത്രം നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ജസ്റ്റ് ഡീആക്ടിവേഷൻ ഓർ ഡിലീഷൻ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിതിൽ ഏത് അക്കൗണ്ടാണ് ഡീആക്ടിവേറ്റ് ചെയ്യേണ്ടത് നോക്കുക. അതായത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട്സ് എല്ലാം അവിടെ കാണാൻ സാധിക്കും. സോ ഏത് അക്കൗണ്ടാണെന്ന് ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. അതിനുശേഷം ഇവിടെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീആക്ടിവേറ്റ് അക്കൗണ്ട് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ ആണുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് പെർമനൻ്റായി ഡിലീറ്റ് ചെയ്യും. സോ ഫസ്റ്റ് ഓപ്ഷനായ ഡീആക്ടിവേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിവിടെ ജസ്റ്റ് നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. ഇവിടെയാണ് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്നത്, അതായത് പാസ്വേഡ് മറന്നുപോയി എന്നുള്ളതൊക്കെ. സോ ജസ്റ്റ് താഴെ ഫോർഗോട്ടൺ പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സോ താഴെ ഇവിടെ നമുക്ക് ഫോർഗോട്ടൺ പാസ്വേഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മൾ നേരത്തെ കൊടുത്ത ആ ഫോൺ നമ്പറിലേക്ക് നമുക്ക് കോഡ് വരും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലിങ്ക് വരും. ആ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. സോ അല്ലെങ്കിൽ നമുക്ക് പാസ്വേഡ് അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുക. ജസ്റ്റ് ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഇവിടെ കൺഫേം ടെമ്പററി അക്കൗണ്ട് ഡീആക്ടിവേഷൻ ഉണ്ടാകും. സോ ജസ്റ്റ് ഈ ഒരു ഡീആക്ടിവേറ്റ് അക്കൗണ്ട് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ ഫോൺ നമ്പറും നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഡീആക്ടിവേറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.